Welcome to the vibrant city of Barcelona, where history meets modernity in a symphony of architectural wonders. From the bustling narrow streets of the Gothic Quarter to the breathtaking landmarks the city has to offer, your journey as a taxi driver begins. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണെങ്കിൽ പുതിയൊരു ഗെയിമായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഈ ടാക്സി ലൈഫ് സിമുലേറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബേസിക്കലി ഒരു ടാക്സി ഡ്രൈവറാണ് ഗൈസ്. അപ്പോൾ നമ്മളവിടെ സ്റ്റിയറിംഗ് വീലൊക്കെ ഓർത്ത് വെച്ചിട്ട് ഇതിലാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഗെയിമിൽ ഡ്രൈവറാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റി, നമ്മളെ വണ്ടി ഇതാണ്, നമ്മളെ വണ്ടി ഇത് വരണേ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഏതായാലും വണ്ടി ഓടില്ലേ, ഓട്ടോമാറ്റിക്കാണ് ഏസ് വണ്ടി. നമ്മുടെ അടുത്ത് തന്നെ ഒരു ആളുണ്ട്, എടുക്കാൻ നോക്കാം. എടുക്കാൻ പറ്റാൻ നോട്ടെ. അടുത്ത് തന്നെ ഒരാളൊക്കെ ഉണ്ട്. എവിടെയാ? സിവിലാണല്ലോ കാട്ടണേ. ഓക്കെ, അയ്യോ നമ്മൾ മാപ്പിൽ നിന്ന് എടുക്കണം കേസ്. ഓക്കെ ഓക്കെ, മനസ്സിലായി. അടുത്ത് കഴിഞ്ഞാൽ വരേണ്ടതാണ് കേസ്. ഇപ്പോൾ ഓക്കെ, ഇതിനിവിടെ വന്നിട്ട് നമ്മൾ ആളെ പിക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ, മനസ്സിലായി. പോട്ടെ. ഓ, തുടക്കം തന്നെ ശുഭമാണല്ല. ഓക്കെ, ഫസ്റ്റത്തെ പാസഞ്ചർ കയറി സോ വണ്ടിയിൽ ഒച്ച ഹോൺ അടിച്ചോണ്ടിരിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞങ്ങളെ പോകണ്ടേ, നമുക്ക് ബാക്കോട്ടാണ് ഈസ് പോകണ്ടേ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3000 രൂപ ഉണ്ട്. നമ്മളിതൊരു ബിസിനസ്സാക്കി തുടങ്ങുന്നതാണെന്ന് തോന്നുന്നു. ഞാനിത് കണ്ടപ്പോഴത്തെ കളിച്ച് എഴുതാണ്. ഇതിൻ്റെ എപ്പിസോഡ് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മൾ പിന്നെയും കൊണ്ടിട്ടുണ്ടായിരിക്കും. നമുക്കിപ്പോൾ തൽക്കാലത്തിൽ കളിച്ചോ പൈസക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോണ്ടെങ്കിൽ ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്, 50 ലൈസ് പോകാൻ പാടുള്ളൂ. തൽക്കാലത്തിൽ 50 പോയിക്കൊണ്ടിരിക്കാം. ഇൻ്റർവ്യൂ കേൾക്കുന്നതല്ല കേസ്, ഈ വ്യൂ ഇട്ട് കൊടുക്കുന്ന കേസ് കുറച്ചുകൂടി നല്ലത്. ഇവിടെ ഒരു വേറെ പെസഞ്ചർ ഉണ്ട്, അവിടെ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പറ്റില്ല എന്ന് തോന്നുന്നില്ലേ, സ്വാഭാവികം അങ്ങനെയാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ സിഗ്നൽ ഉണ്ടായിടാ. അടിയിൽ പേഷ്യൻസ് എന്നുള്ള സാധനം കാട്ടുന്നുണ്ട്, പേഷ്യൻസിൻ്റെ ബാറ് കാട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഫുള്ള് കുറഞ്ഞു കഴിഞ്ഞാൽ പാസഞ്ചർ ഇറങ്ങി പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഗീസ്. ഡിസംബർ പേഷ്യൻസിന് ശേഷം നന്നായി കുറയുണ്ട് ഗീസ്, നല്ല രീതിക്ക് തന്നെ കുറയുന്നുണ്ട് പേഷ്യൻസ്. ഇറങ്ങി പോവാ ലാസ്റ്റ്. ഓക്കെ, ഇവിടെ സിഗ്നൽ ഉണ്ടാവും. സിഗ്നൽ ഓക്കെ 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 ഓക്കെ, ബ്രേക്ക് പിടിച്ച് ഇൻഡിക്കേറ്റർ ഇട്ട് പതുക്കെ വളയ്ക്കാം. ഓക്കെ ഓക്കെ, സിഗ്നൽ വന്നു. ഓക്കെ, ഞാൻ സിഗ്നലായി പെട്ടെന്ന് കുന്തം. ഓക്കെ, ഈ 50 പോകാൻ പാടില്ല, നമ്മുടെ 50 പോകണ്ടായി. വളവ് പതിയെ. ഓക്കെ, സെറ്റ് സ്മൂത്തായിട്ട് പോയി. ഓക്കെ, ഡെസ്റ്റിനേഷൻ എത്തി കേസ് ചെയ്യാനുള്ള. പേഷ്യൻസ് ഓൾമോസ്റ്റ് തീർന്നു കേസ്. ഓക്കെ, ടിപ്പ് കിട്ടിയില്ല, അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് അടുത്ത ഓപ്ഷൻ വന്നിട്ടുണ്ട് കേസ്, അടുത്ത ടാസ്ക് വന്നിട്ടുണ്ട്. ഓക്കെ, തൊട്ടടുത്താണ് കേസ്. ഓക്കെ, നമുക്ക് പേടിക്കേണ്ട പ്രത്യേകിച്ചൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ്. ഓക്കെ, ആളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താ അപ്പന്മാർ. ഓക്കെ, 2 കിലോമീറ്റർ ഉണ്ട് ഈ ആൾക്ക് ദൂരം. ഈ സ്പീഡ് തന്നെ പിടിച്ച് പോകണം കേസ് നമുക്ക്. അതെ, ബ്ലോക്കാണത്. ഹലോ പോയി പോട്ടെ. അപ്പുറത്തേക്ക് കാണാണ്ട് കേസ്, ഓഫ് റോഡ് എടുക്കാൻ നിൽക്കില്ലേ. ഓക്കെ, ഓ 50 മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഓക്കെ, ഇൻഡിക്കേറ്റർ ഇട്ടോ. ഇടിച്ചു. ആരെടുത്തത് കുഞ്ഞു വഴിയൊക്കെ ഉണ്ടാക്കി വയ്ക്കണേ. ഈ കുഞ്ഞു വഴി ഞാൻ അങ്ങനെ പോവാനാ. ഓക്കെ, ലെഫ്റ്റ്. പതി ഇടിക്കല്ലേ. പിടിക്കുമോ? പിടിച്ചില്ല. ഓക്കെ ഓക്കെ, സെറ്റ്. പോട്ടെ. ഓ, അപ്പുറത്തെ സൈഡ് പിടിച്ചു. ഇപ്പുറത്തെ സൈഡ് പിടിക്കാണ്ട് നോക്കിയപ്പോൾ അപ്പുറത്തെ സൈഡ് പോയി പിടിക്കല്ലേ. അധികം പോട്ടെ. നമ്മുടെ ഡ്രൈവിങ്ങിലൊരു ബിഗിനറാണ്. ബേസിക്കലി നമ്മൾ ഡ്രൈവിങ്ങിലൊരു ന്യൂബിയാണ്. നമ്മൾ പതുക്കെ നമ്മളെ സ്കിൽ അറ്റൈൻ ചെയ്യണമല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് നല്ല ടൈം എടുക്കും അത്. ഓക്കെ, ഈ വഴിയാണ്. പോട്ടെ. ഹമ്പ് അധികം പോട്ടെ. എന്തോടെ ഫുള്ള് 50. ഈ വ്യൂ ഇട്ടാലേ നമുക്ക് ഡാം വഴി കാണാൻ പറ്റുള്ളൂ.
ഇപ്പുറത്തെ വരി ഉണ്ടല്ല, എൻ്റെ ഇവരുടെ അതിന് പോകാത്ത. ആ പറഞ്ഞില്ല, അപ്പം കടന്ന് പിടിക്കില്ലേ. ഓക്കെ ഓക്കെ, സെറ്റ് 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 സെറ്റ്. നമ്മൾ പതുക്കെ പതുക്കെ പ്രൊഫഷണലായി വരുന്നുണ്ട് കേസ് ഡ്രൈവിങ്ങിൽ. ഇവിടെ നമുക്ക് 70 പോകാൻ പറ്റും കേസ്. ഓക്കെ, നല്ല സ്പീഡിൽ പോകാൻ പറ്റും. ഇപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിച്ചെങ്കിൽ ഓ ഇവിടെ നിറച്ച് ബ്ലോക്കാണല്ല. പിന്നെയും നല്ല രീതിക്ക് ഞാൻ ബ്ലോക്ക് ഉണ്ട് കേസിന്ന്. ആൾക്കാണെങ്കിൽ അധികം പേഷ്യൻസ് പറഞ്ഞിട്ടില്ല ഈ പാസഞ്ചറിൻ്റെ, കുറച്ചാ പറഞ്ഞിട്ടോ. നമുക്ക് ഈ ഇതിൽ നമുക്ക് ടിപ്പ് കിട്ടുമെന്ന് തോന്നുന്നു കേസ്, കാരണം അധികം പേഷ്യൻസ് കുറഞ്ഞിട്ടില്ല ആളുടെ. മിക്കവാറും ടിപ്പ് കിട്ടേണ്ടതാണ് കേസ്. തന്നാൽ മതിയായിരുന്നു ആള്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 31,000 അല്ല 3,100 രൂപയുണ്ട് കേസ്. ഓൾമോസ്റ്റ് 3,200 ഉണ്ട്. ഇതിന് എത്ര രൂപ കിട്ടുമെന്ന് എനിക്ക് അറിയണം. ഓ പേടിക്കില്ലേ, പേടിച്ച് ഞാൻ മനപ്പോൾ പിടിച്ചല്ല കേസ്, എന്നെ പേടിച്ചാ. ഇൻഡിക്കേറ്റർ ഓഫ് ആകാൻ നോക്കിയതാണ് കേസ്. ഇത്തരം പോടാൻ നല്ല പാട്ടാവണ്ടി. പോട്ടെ പോട്ടെ പോട്ടെ, ഈ കുഞ്ഞു വഴിയാണെന്നുകൊണ്ട് പോണ്ടേ. ഇവിടെ 70 പോകാൻ പറ്റുമോ? ഓക്കെ, കത്തിച്ചോ കത്തിച്ചോ കത്തിച്ചോ. ഓ ബ്ലോക്ക്. ഇതാണ് ഈ പ്രശ്നം, നമ്മൾ സ്പീഡിൽ പോയി തുടങ്ങുമ്പോഴേക്കും അടുത്ത ബ്ലോക്ക് വരും. മാറ്റി ബ്രോ. അയ്യോ ബാക്കോട്ട് പോയില്ലേ. ഓക്കെ, തന്നെ കുറേ ഇറങ്ങി ഫ്രണ്ടോട്ട്. ബ്ലോക്ക് മാറി ബ്ലോക്ക് മാറി. കത്തിച്ചോ കത്തിച്ചോ. നമുക്ക് 70 പോകാൻ പറ്റും ഇവിടെ. 80 പോകണം. അയ്യോ കുറച്ച് സ്പീഡ് കൂടുതലാണ്. ഇടിക്കില്ലേ ഇടിക്കില്ലേ. ഓക്കെ സെറ്റ് സെറ്റ്. സോറി 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 സോറി. എത്താറായി ആളുടെ സ്ഥലം. ആ വളവ് വളഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ സ്ഥലമെത്തി. ഇതിനകത്തും കുറവുണ്ട് പകുതിക്ക് മേലെ ഇപ്പോഴും ഉണ്ട് ഈ സാറിലെ പേഷ്യൻസ്. മിക്കവാറും നമുക്ക് ഒരു ടിപ്പ് കിട്ടേണ്ടതാണ് ഈസ്. നമ്മൾ അവിടെ കൊക്കിനെ പിടിച്ച് പോകുന്നു ഈസ്. ഇന്ന് ടിപ്പ് ക്രോസ് ചെയ്യരുത്. പതുക്കെ പതുക്കെ ഇടിക്കല്ലേ. ഞാൻ ഇങ്ങോട്ട് ഓക്കെ പതുക്കെ പതുക്കെ പ്രൊഫഷണലായി വരുന്നുണ്ട് ഈസ് ഞാൻ. ഓക്കെ ഇവിടെ പാർക്ക് ചെയ്തു. സെറ്റ്. ബൈ ബ്രോ. ഓക്കെ ടിപ്പ് കിട്ടിയ. ഓക്കെ ടിപ്പ് കിട്ടി. $31 ടിപ്പ് കിട്ടി. ഒരാളോട് ഉണ്ട്, നമുക്ക് ആളോട് എടുത്തേക്കാം. ഇത് കുറച്ച് ഷോർട്ടാന്ന് പറഞ്ഞാൽ എടുത്താന്ന് പറയണം. വെയിറ്റ് നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റുമോ? ബാക്കിൽ കാര്യങ്ങളുണ്ടാ? ആ ബാക്കിൽ തന്നെയാണ്. നമുക്ക് റിവേഴ്സ് എടുത്ത് പോയാൽ മതി നൈസായിട്ട്. ഞാനിവിടെ ഗിയറൊക്കെ സെറ്റൊക്കെ വെച്ചതാണ് ഈസ്. ഗിയർ ഓട്ടോമാറ്റിക് കളിക്കാനായിട്ട്. പക്ഷേ ഗിയറിൻ്റെ ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കാണ് ഈസ് വണ്ടി. എന്താ പറയാ, സിഗ്നല് 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 സിഗ്നല്. സോറി സീബ. അയ്യോ എന്താ പ്രശ്നം? ആരാണ്? വിൻഡോമ എന്തോ ബഗ് ഉണ്ടെന്ന് പറയണല്ലത്. എവിടെയാ ചേച്ചി? നമുക്ക് എന്തോ വൈപ്പർ അങ്ങനെ അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഈസ്. വെയിറ്റ് ചെയ്തിട്ട് നോട്ടെ. ഓക്കെ ഓക്കെ വൈപ്പർ ഇതല്ലേ വൈപ്പേഴ്സ്. ഓക്കെ ഓക്കെ കിട്ടി. SP കിട്ടി നമുക്ക്. സിഗ്നലിന് മാറിയെന്ന് തോന്നണം, എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അയ്യോ മാറിണ്ടായില്ല. പേഷ്യൻസ് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും ചാനൽ പുതിയതായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും പരമാവധി അയ്യോടാ സിഗ്നൽ പോയി. പക്ഷേ ഒന്നും മനഃപൂർവ്വമല്ല ഗൈസ്, അറിയാണ്ട് പോണ്. കുഞ്ഞു കാര്യങ്ങളാണ് ഗൈസ് പോണേ. അപ്പോൾ ആരെങ്കിലും ചാനൽ പുതിയതായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടാ. നമ്മൾ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ സിഗ്നൽ വന്നിട്ടുണ്ട്. ഞാൻ പിടിച്ചു പട്ടി. ഓക്കെ സ്മൂത്തായിട്ട് പോട്ടെ. ഇവിടെ സ്പീഡ് പോലീസിന് ഫൈൻ കിട്ടി. ക്യാമറ പണി കിട്ടി കേസ്. അപ്പം ഇനി ഇവിടെ കൊണ്ട് എടുത്ത് വെച്ചാൽ അവിടെ ഇന്നത്തെ ജോലി തീർന്നു കേസ്. നമ്മൾ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ജോലി എടുക്കണേ. ഫുൾ ടൈം ഒന്നും ജോലി എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് പാർട്ട് ടൈം ഓൺലി. ഓക്കെ ഇപ്പോൾ അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജോലി കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയിരുന്നതിൻ്റെ 400 രൂപ കിട്ടി. 40 ഡോളർ ടിപ്പും കിട്ടി നമുക്ക്. ഇപ്പോൾ ഈ ഡ്രൈവിങ് നമുക്ക് $400 കിട്ടിയോണേ. അടുത്തത് $500 ഉണ്ട്. പക്ഷെ നമ്മൾ എടുക്കാൻ നിൽക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ ഇനി പാർട്ട് 2 ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ആൾക്കാരുടെ റെസ്പോൺസ് അനുസരിച്ച് കോണ്ടന്റ് ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതിലെ ബൈ ഗൈസ്.